ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. ഇന്ന് ഞാൻ ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് ചെയ്യാൻ പോണത് കരിയർ ആൻഡ് ഫിനാൻസസിന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് കരിയർ റിലേറ്റഡ് എന്തെങ്കിലും അറിയണം വെച്ചാൽ ഈ റീഡിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ ചാനലിനെ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനെയൊക്കെ ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് റെസൊനേറ്റ് അയച്ചാൽ ഐ ക്ലെയിംന്ന് കമൻസിൽ എഴുതി ക്ലെയിം ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് പേഴ്സണലായി നിങ്ങളുടെ സോഡിയാക് സൈനിന് മാത്രമായിട്ടൊരു റീഡിംഗ് വേണം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ഓർ കരിയറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ബുക്കിംഗ്സ് ഓപ്പൺ ആണ്, ലിമിറ്റഡ് സെഷൻസ് ഉള്ളൂ. അപ്പോൾ വേഗം ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് എൻ്റെ വെബ്സൈറ്റിൽ വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാം. ആൻഡ് അവിടെ ഞാൻ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ കരിയറിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ കരിയർ മെസ്സേജ്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരിയർ മെസ്സേജ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ കറണ്ട് എന്താണ് എനർജി? 9 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ കറണ്ട് എനർജി. നിങ്ങളുടെ കരിയറിൽ ഈ 9 ഓഫ് കപ്സ് എന്താണ്? അപ്പൊ നിങ്ങൾ എന്തോ വിഷ് ചെയ്യുന്നുണ്ട്, പ്രേ ചെയ്യുന്നുണ്ട് എന്തിനോ വേണ്ടിയിട്ട്. നിങ്ങളുടെ ഒരു ഗോൾ ഉണ്ട്, കരിയർ ഗോൾ. ആ ഗോൾ ഇതുവരെ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ കരിയറിൽ പറഞ്ഞ നിങ്ങൾ അങ്ങനെ അൺഹാപ്പി അല്ല ഞാൻ ഇവിടെ കാണുന്നത്. നിങ്ങൾ ഓക്കെ ആണ് നിങ്ങളുടെ കരിയറിൽ, പക്ഷെ എന്തോ ഒരു ഗോൾ ഉണ്ട്, എന്തോ നിങ്ങൾക്ക് വേണം എന്നുണ്ട്, എന്തോ ഒരു ഡ്രീം ഉണ്ട്, അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണം എന്നുണ്ട്. ആൻഡ് അതാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് എന്തോ പ്രേ ചെയ്യണു നിങ്ങൾ. ഈ ഡ്രീം എന്താണ് നിങ്ങളുടെ? അപ്പോൾ എന്തോ ചാലഞ്ചസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ഫിനാൻസസിൽ റീസെൻ്റ്ലി. ഈ ചാലഞ്ചസ് കുറച്ച് യുനോ നിങ്ങളെ ഇമോഷണലി ഇല്ല ഫിസിക്കലി കുറെ ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതൊരു ചാലഞ്ചിങ് സമയം ഉണ്ടായിരുന്നു നിങ്ങളുടെ കരിയറിൽ. കുറെ ഓപ്പോസിഷൻ ഉണ്ടായിരുന്നു, കുറെ വഴക്കുണ്ടായിരുന്നു കലീഗ്സിന്റെ കൂടെ. ഇല്ല വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ജോലിയിൽ എന്തെങ്കിലും ഒരു പ്ലാന് സജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. കലീഗ്സിന്റെ സൈഡിനും അത്ര സപ്പോർട്ടില്ല, ബോസിന്റെ സൈഡിനും അത്ര സപ്പോർട്ടില്ല. നിങ്ങൾ ബിസിനസ്സിലാണ് വെച്ചാൽ ബിസിനസ്സിൽ ബ്ലോക്സ് ഉണ്ടായിരുന്നു, ചാലഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്താണ് കറൻ്റ്ലി നിങ്ങൾ ഫേസ് ചെയ്യണത്? കറൻ്റ്ലി നിങ്ങളൊരു സ്റ്റാഗ്നേഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യണത്. ഒരു കുറച്ചൊരു സ്റ്റാഗ്നന്റ് ഫേസ് ആണ് നിങ്ങളുടെ കരിയറിൽ. നിങ്ങൾ എന്തോ ലെറ്റ് ഗോ ചെയ്യാനാണ് ട്രൈ ചെയ്യണത്. നിങ്ങൾക്ക് മുമ്പോട്ട് മൂവ് ചെയ്യണം എന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവണില്ല എങ്ങനെയാണ് ഈ ചാലഞ്ചിങ് ഫേസിന് പുറത്തു വരേണ്ടതെന്ന്, എങ്ങനെയാണ് ഇതിൻ്റെ കൂടെ ഡീൽ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഒരു ബ്രേക്കിൻ്റെ എനർജിയാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മേ ബി ഒരു ബ്രേക്ക് എടുക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ സമയത്ത്. അത്രയും പറഞ്ഞ പ്രഷർ ഉണ്ടാവും നിങ്ങൾക്ക്. വർക്ക് പ്രഷർ ആയിരിക്കും, ഇല്ലച്ച ഫിനാൻഷ്യൽ പ്രഷർ ആയിരിക്കും. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് ക്വീൻ ഓഫ് കപ്സ് ആണ്. ആൻഡ് എംപറർ. ഓക്കെ, ആൻഡ് നൈറ്റ് ഓഫ് സോഡ്സ്. അപ്പോൾ ഇവിടെ എനിക്ക് കുറെ ആൾക്കാരെ കാണാണ്ട്. ക്വീൻ ഓഫ് കപ്സ് ഒരു പേഴ്സന്റെ എനർജിയാണ്, എംപറർ ഒരു പേഴ്സന്റെ എനർജിയാണ്, നൈറ്റ് ഓഫ് സോഡ്സ് ഒരു പേഴ്സന്റെ എനർജിയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഓഫീസിലുള്ള നിങ്ങളുടെ കരിയറിന്റെ റിലേറ്റഡ് ആയി ആൾക്കാരായിരിക്കാം. എംപറർ ഒരു ലീഡറുടെ എനർജിയാണ്. ഇത് നിങ്ങളുടെ ബോസ് ആയിരിക്കാം. ഏരീസ് എനർജിയാണ്. അതല്ലച്ചാ ഇതൊരു മെന്റോറിന്റെ എനർജി ആവാം. ഈ പേഴ്സൺ കുറെ ഒരു വൈസ് ഡിസിഷൻ എടുക്കുന്ന പേഴ്സൺ ആണ്, കുറെ എക്സ്പീരിയൻസ് ഉള്ള പേഴ്സൺ ആണ്. ക്വീൻ ഓഫ് കപ്സ് ഒരു കുറെ ലവിങ് എനർജിയാണ്, കുറെ ഒരു കെയറിങ് എനർജിയാണ്, ഇമോഷണൽ എനർജിയാണ്. ആൻഡ് നൈറ്റ് ഓഫ് സോഡ്സ് ഒരു ഇമ്പൾസീവ് എനർജിയാണ്, കുറച്ചുകൂടി ഒരു യങ്ങർ എനർജിയാണ് നൈറ്റ് ഓഫ് സോഡ്സ്. അപ്പോൾ ഇവിടെ വരണ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ആരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു പേഴ്സൺ വരുന്നുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് ആ ഗൈഡൻസ് കിട്ടും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു
പുതിയ ഓപ്പർച്യൂണിറ്റിയും വരാൻ പോകുന്നുണ്ട്. ഈ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങൾക്ക് ഇവരുടെ ഗൈഡൻസ് എടുത്തിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കുക. ഡിസിഷൻ എടുക്കുമ്പോൾ വേഗം ഡിസിഷൻ എടുക്കേണ്ടി വരും. എന്നുവെച്ചാൽ ഇതൊരു ടൈം സെൻസിറ്റീവ് ഓപ്പർച്യൂണിറ്റി ആണ്. ഇത് അത്ര നിങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടില്ല ആലോചിക്കാൻ. ഓക്കെ, അപ്പോൾ വേഗം ഈ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങൾക്ക് വേഗം ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും. ഈ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. മൂൺ, ഇവിടെ മൂൺ എന്താണ്? അപ്പോൾ നിങ്ങൾക്ക് വരാൻ പോണ ഓപ്പർച്യൂണിറ്റി കുറെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, കുറെ ഒരു ബാലൻസ്ഡ് ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ ജോലിയിൽ ഹാപ്പി അല്ല, നിങ്ങളുടെ ബിസിനസ്സിലോ ഹാപ്പി അല്ല വെച്ചാൽ വെരി സൂൺ നിങ്ങൾക്ക് കുറെ ഒരു നല്ല ഓഫർ കിട്ടാൻ പോകുന്നുണ്ട്. ഇത് കുറെ ഒരു ഫെയർ ആൻഡ് ബാലൻസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇത് അറിയില്ല, പറഞ്ഞാൽ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വരിക. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല, അപ്പോഴാണ് ഈ ഓപ്പർച്യൂണിറ്റി വരിക. പക്ഷെ ഇത് വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ ഫെയർനെസ് കൊണ്ടുവരുന്നുണ്ട്, കുറെ ബാലൻസ് കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളൊരു ലീഗൽ സിറ്റുവേഷനിലാണ് വെച്ചാൽ നിങ്ങളുടെ ഫേവറിലായിരിക്കും ഒരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാവുക. അപ്പോൾ എന്താണ് നിങ്ങളുടെ കരിയറുടെ ഫ്യൂച്ചറിൽ ഉണ്ടാവുക? നിങ്ങളുടെ കരിയറുടെ ഫ്യൂച്ചർ എന്താണ്? 10 of Swords ഉണ്ട് ഇവിടെ, 8 of Pentacles ആൻഡ് 9 of Wands. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് കുറെ ഒരു ഡ്രെയിൻഡ് ഔട്ട് പേഴ്സന്റെ എനർജിയാണ്. 10 of Swords ഒരു ബിട്രിയലിന്റെ എനർജിയും ആവാം. മേ ബി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങളുടെ കറണ്ട് ജോലിയിൽ ഓർ എൽസ് ബിസിനസ്സിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. കലീഗ്സും ബിസിനസ് പാർട്ട്ണറും പറഞ്ഞാൽ എന്തോ ഒരു ബിട്രിയലിന്റെ എനർജി ഇവിടെ കാണാണ്ട്. പക്ഷെ അത് ഉണ്ടായിട്ടും നിങ്ങൾക്ക് വർക്ക് വൈസ് നിങ്ങൾ കുറെ ബിസി ആയിരിക്കും. പക്ഷെ ഒരു പേടി ഉണ്ടാവും എപ്പോഴും, അത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല നിങ്ങൾക്ക്. പറഞ്ഞ ഒരു ട്രസ്റ്റ് ഫാക്ടർ ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഇല്ലെച്ചാൽ ഒരു പുതിയ ഓഫറൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു പേടിയുണ്ട് അത് വർക്ക്ഔട്ട് ചെയ്യോ ഇല്ലെന്ന്. എസ്പെഷ്യലി ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ ഞാൻ കാണുന്നത് ഒരു പുതിയ പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്, ബിസിനസ് പാർട്ട്ണർ. പക്ഷേ ആൻഡ് ഓറൽസ് ഒരു ജോലിയുടെ ഓഫർ ആയിരിക്കാം. ഈ പുതിയ ജോലി ഓഫർ ഇല്ലാത്ത ബിസിനസ് പാർട്ട്ണർഷിപ്പ് വരുമ്പോൾ നിങ്ങൾ കുറെ ഹെസിറ്റേറ്റ് ചെയ്യും. എന്നുവെച്ചാൽ നിങ്ങൾക്ക് മുമ്പും ഇങ്ങനെ ഒരു ബിട്രേഡ് ആയിട്ട് എനർജി ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് ആ ട്രസ്റ്റ് ഉണ്ടാവില്ല. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഡിസിഷൻ ആണോ അല്ലേന്ന് ഒരു ഡൗട്ട് ഉണ്ടാവും. പക്ഷെ ഇത് ഒരു എക്സൈറ്റിംഗ് ന്യൂ ബിഗിനിങ് ആണ്. നിങ്ങൾക്ക് ഇതിൽ അത്ര എക്സ്പീരിയൻസും ഇല്ല, അതും ഒരു ഫാക്ടറാണ്. നിങ്ങൾ ഇത്രയും ഒരു പേടിച്ച് അതിനെ അപ്രോച്ച് ചെയ്യണത്. പക്ഷേ ഔട്ട്കം നിങ്ങൾക്ക് ഒരു കുറെ പോസിറ്റീവ് എനർജിയാണ്. 10 of Pentacles ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസിന്റെ എനർജിയാണ്. അപ്പോൾ ഈ ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കുറെ ഫിനാൻഷ്യൽ അബണ്ടൻസ് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. പേജ് ഓഫ് കപ്സ് ഇവിടെ ഒരു ക്രിയേറ്റീവ് എനർജിയും കൂടിയാണ്. ആൻഡ് പേജ് ഓഫ് വോൺസ് ഒരു എക്സൈറ്റിംഗ് അഡ്വെഞ്ചറസ് എനർജിയാണ്. അപ്പോൾ കുറെ പുതിയ ബിഗിനിങ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയ ജോലിക്ക് ട്രൈ ചെയ്യേണ്ട വെച്ചാൽ അതിൽ പോസിറ്റീവ്ലി നിങ്ങൾക്ക് പുതിയ ജോലി കിട്ടും, ഓഫേഴ്സും ഉണ്ടാവും. പക്ഷെ ഇവിടെ വേറെ എനിക്ക് മെസ്സേജ് എന്താ വെച്ചാൽ എന്തെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റീവായി കാര്യങ്ങൾ തുടങ്ങാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ഹോബീസ് ഉണ്ട് വെച്ചാൽ അതിനും പെർസ്യൂ ചെയ്യാം. അവിടെയും നിങ്ങൾക്ക് സക്സസ് കിട്ടും. ആൻഡ് നിങ്ങൾക്ക് ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ട്, പക്ഷെ അതിന്റെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഇവിടെ ആദ്യം ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. ഏസ് ഓഫ് വോൺസ് ഒരു അൺഎക്സ്പെക്റ്റഡ് ന്യൂ ബിഗിനിങ്, ക്രിയേറ്റീവ് ബിഗിനിങ് ആയിരിക്കാം. ഇത് കുറെ സക്സസ്ഫുൾ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ പുതിയ ബിഗിനിങ് വേണം വെച്ചാൽ അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ അൺഷുവർ ആയിരിക്കും ഈ പുതിയ ബിഗിനിങ് ഉണ്ടാവുമ്പോൾ. പക്ഷെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ട്രസ്റ്റ് ചെയ്യുക ആൻഡ് സറണ്ടർ ചെയ്യുക. ഓക്കെ, ഹൈറോഫാണ്ട് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്നുണ്ട് ശരിക്കും ഒരു ശരിയായി നിങ്ങൾക്ക് വേണ്ട മാതിരി
ഒരു ജോലി ഓപ്പർച്യൂണിറ്റി ബിസിനസ് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഇത് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ വോയിസ് കേൾക്കുക ആൻഡ് സറണ്ടർ ചെയ്യുക. എന്ന് വെച്ചാൽ ഔട്ട്കം ഇവിടെ കുറേ പോസിറ്റീവ് ആണ്. നിങ്ങൾക്ക് ഇതിലൊരു നഷ്ടമില്ല. ഒരു നല്ല ബിഗിനിങ് ആണ്, കുറേ പോസിറ്റീവ് ബിഗിനിങ് ആണ് ആൻഡ് കുറേ എബണ്ടൻസിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ജോലി, പുതിയ ബിസിനസ്, ഇത് ഓഫർ വേണച്ചാൽ നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാം. അതിന് ഒരു നെഗറ്റീവ് കാർഡും ഞാനിവിടെ കാണില്ല. 3 of Swords, ഇത് ഹീലിംഗിന്റെ എനർജിയാണ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ കുറെ ഡിസപ്പോയിന്റഡ് ആയിരുന്നു, എന്നുവെച്ചാൽ പാസ്റ്റിൽ കുറെ ഒരു ഹാർട്ട് ബ്രേക്ക് മാതിരി ഞാൻ കാണുന്നു. ഓറൽസ് മേ ബി ഓൾറെഡി നിങ്ങളുടെ ജോലിയിൽ ഡിസപ്പോയിന്റഡ് ആയിട്ട് ആണ് നിങ്ങൾ ആ എനർജിയിൽ. പക്ഷെ നിങ്ങൾ പോണത് കുറെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന്റെ എനർജിയിലാണ്, കുറെ ലക്ഷറിയസ് ലൈഫിന്റെ എനർജിയാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ കുറെ ബ്രൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ പേടിക്കാനൊന്നുമില്ല. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ പുതിയ ജോലി, പുതിയ ഓഫർ വേണച്ച നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ഇവിടെ ഒരു നല്ല സെലിബ്രേഷൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത് വെരി സൂൺ ഉണ്ടാവാൻ പോകുന്നുണ്ട്. നിങ്ങൾ നോക്കേണ്ട ഒരു ജോലിക്ക് വേണ്ട നിങ്ങൾ ഓൾറെഡി സെർച്ച് ചെയ്യേണ്ട വെച്ചാൽ ഒരു ഡെഫിനറ്റ്ലി ഒരു എൻഡിങ് കഴിഞ്ഞിട്ട് ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരിയർ റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഐ ക്ലെയിം എന്ന് എഴുതുക കമൻസിൽ ആൻഡ് ഈ റീഡിങ്ങിനെ ക്ലെയിം ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കരിയർ റീഡിങ്ങിൻ്റെ ഫോമാറ്റ് ഇഷ്ടമായിച്ചാൽ കമൻസിൽ പറയുക. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ചുകൂടിയും വേറെ റീഡിങ്സും ഇടാൻ ശ്രമിക്കും. ആൻഡ് എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പ്രൈവറ്റ് റീഡിങ്ങിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.